കുറേ മക്കൾക്കുള്ളൊരു സംശയമാണ്, മിസ് +1 നീറ്റ് പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ +2 ഞാൻ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാണ് ഈ ഒരു വീഡിയോയിൽ. അതുമാത്രമല്ല, അങ്ങനെ നിങ്ങൾ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷനോട് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. സോ അങ്ങനെ ആഗ്രഹമുള്ള മക്കൾ പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഇതെനിക്ക് പറ്റില്ല, എനിക്ക് ബയോളജി ശരിയാവില്ല, പല ആൾക്കാരും ബയോളജീനെ പേടിച്ചിട്ടൊക്കെ നീറ്റ് എടുക്കാതിരുന്നു, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരുന്നിട്ടുണ്ട്. പക്ഷേ +1 കഴിഞ്ഞപ്പോഴായിരിക്കും തോന്നുന്നത് ബയോളജി ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിളായിരുന്നു, കുറച്ച് നല്ലതായിരുന്നു, അങ്ങനെയാണെങ്കിൽ നീറ്റ് എഴുതി നോക്കായിരുന്നു. അങ്ങനത്തെ തോന്നലുകളിലൊക്കെ പല മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, +2 നീറ്റ് പഠിക്കണം, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം മിസ് അടിവരയിട്ട് പറയാം. നിങ്ങൾക്ക് എന്തായാലും +1 നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ഡിസഡ്വാൻറ്റേജ് അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടേ മതിയാവുള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ വെറുതെ നിങ്ങളോട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കിട്ടും മക്കളെ ധൈര്യമായി പഠിച്ചു, അങ്ങനെ ഫേക്ക് പ്രോമിസ് തന്ന് നിങ്ങൾക്കിങ്ങനെ കുറേ ആഗ്രഹങ്ങൾ തരാൻ നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ +1ൻ്റെയും +2ൻ്റെയും ആയാലും നമ്മുടെ +1 +2 നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിക്കുന്ന അതേ സിലബസാണ് നമ്മുടെ നീറ്റ് എക്സാമിന്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് നമ്മൾ ഫേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ അതിന് നമ്മൾ ഡീൽ ചെയ്ത രീതിയോ അല്ല നീറ്റ് എക്സാമിന്. നീറ്റ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERT അത്ര തെറോ ആയിട്ട് പഠിച്ചിരിക്കണം. അതുമാത്രമല്ല, നമ്മൾ NCERT പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എത്രയധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത് നമ്മളുടെ സ്പീഡ് ആൻഡ് അക്യുറസി ഇമ്പ്രൂവ് ചെയ്യാനും, അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറഞ്ഞ സമയം കിട്ടുള്ളൂ. ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടീസ് വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി വരുന്നൊരു വർഷം കൊണ്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. നിങ്ങളുടെ ഭാഗ്യവശാൽ നിങ്ങൾ ഇപ്പോൾ അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ ടൈമാണ്, നിങ്ങൾ ജസ്റ്റ് +1 പഠിച്ച്, അതായത് NCERT ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സൊക്കെ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ +1 പഠിച്ച കാര്യങ്ങൾ നീറ്റിന് വേണ്ടി കൂടെ കുറച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ക്ലോസ് ഉണ്ട്, ഡെഡിക്കേഷനോട് കൂടി സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. കാരണം നമ്മൾക്ക് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രയും അധികം ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ആ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ എത്രയധികം സ്ട്രോങ് ആണോ, നിങ്ങൾക്ക് ആ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് മിസ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ മുന്നിൽ 2 ചാലഞ്ചസ് ആണുള്ളത്. ഒന്ന്, +1 നമ്മൾ കവർ ചെയ്തിട്ടില്ല, അപ്പോൾ ആ +1 നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് +1ലുള്ള കാര്യങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്തുള്ള എല്ലാ PYQസും ചെയ്ത് ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി +1നെ ഇനി ഡീൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു PYQയുടെ ബുക്ക് സംഘടിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ എക്സാമിന് തന്നെ ബുക്കുണ്ട്. ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് സംഘടിപ്പിക്കാം. എന്നിട്ട് അതിന് നിങ്ങൾ സോർട്ട് ചെയ്യുക 3 രീതിയിൽ. അതായത് നിങ്ങൾ നല്ലപോലെ +1 പഠിച്ചിട്ടുണ്ട്, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് കാണുമ്പം ആ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, എനിക്കിത് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്ര സിമ്പിളാണോ നീറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഈ 3 രീതിയിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, കാരണം കുറേ ക്വസ്റ്റ്യൻസ് NCERTയിലുള്ള ഡയറക്റ്റ് ലൈൻ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ബയോളജിയിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്നതിന് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ പഠിക്കണം, ആ ക്വസ്റ്റ്യൻ്റെ എന്താണ് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ ക്രോസ് മാർക്ക് ഇടുക. അതായത് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഓക്കെ ആവറേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആവറേജ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആവറേജ് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 50-50 ചാൻസിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങളിതാ ഇങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ആ സംഭവം ഇട്ട് വെക്കാം. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ +1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഓരോ സബ്ജക്ട്സിനെയും ഓരോ ചാപ്റ്റേഴ്സിനെയും സോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക്സ് ലേൺ ചെയ്യുക.
ഓക്കെ, നമ്മൾ ഓരോ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണോ പഠിക്കാനുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് ഈ ഒരു 50-50 കിടക്കുന്ന ടോപ്പിക്സ്, അതേപോലെ തന്നെ നമുക്ക് അറിയാത്ത ടോപ്പിക്സ് നിങ്ങൾ നോട്ട് ചെയ്യുക, ആ ടോപ്പിക്സ് പഠിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിനുശേഷം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്സ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കേണ്ട മിസ് ഈ ടോപ്പിക്സ് ഒക്കെ ഞാൻ എങ്ങനെ പഠിക്കും, അതായത് എനിക്കിങ്ങനെ ആവറേജ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ടോപ്പിക്സ് ഒക്കെ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് നമ്മുടെ +2 വേദ ബാച്ച് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് അറിയാം നമ്മുടെ +1 നീറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ ആ ക്ലാസ്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്സ് പഠിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ബാച്ചിലില്ലാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെക്കാനിസം കണ്ടുപിടിക്കണം +1 ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല, ടൈം എടുക്കും. അപ്പോൾ ഈ വെക്കേഷൻ ടൈം അതിനുവേണ്ടി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക. മാക്സിമം നിങ്ങളുടെ +1 കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ +2 ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നേരത്തെ തുടങ്ങും അല്ലേ. അപ്പോൾ നിങ്ങൾ +2 ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2ൻ്റെ പോർഷനും പഠിക്കാനുണ്ടാവും. അപ്പോൾ അവിടെ ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാനിനി ഇത് കഴിഞ്ഞിട്ട് +2 പഠിക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇതേ ലൂപ്പിൽ പെടും. ഏത് ലൂപ്പ്? +1 പഠിച്ചിട്ടില്ല, +2 പഠിച്ചിട്ടില്ല, അവസാനം കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോംപ്രമൈസ് നമ്മൾ നിൽക്കില്ല. നമ്മൾ ഈ +2ൻ്റെ കൂടെ തന്നെ ഡെയിലി ഒരു 1 hour നിങ്ങൾ +1 വേണ്ടി കൊടുക്കുക. +1 കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഏകദേശം ഒരു നവംബർ ആവുന്നതോട് കൂടിയിട്ട് നിങ്ങൾ +1 സിലബസ് ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതിയോ നീറ്റിന്? ഒരിക്കലും അല്ല. ഇങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. കാരണം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മുതൽ തന്നെ +1 സിലബസിൻ്റെ കൂടെ തന്നെ NCERT പഠിച്ച് അതിന് ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് സ്റ്റാർട്ടിങ് മുതലേ ചെയ്യേണ്ടതാണ്. അതാണ് കറക്റ്റ്. പക്ഷേ ഇവിടെ നമുക്കതിനുള്ളൊരു ചാൻസ് ഉണ്ടായില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. ഓക്കെ, ഇനി +2 പോർഷൻ അപ്പോൾ മിസ് എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ +2 നിങ്ങൾ വേദ ബാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ വേദ ബാച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഒരു 3+ hours നിങ്ങൾ വേദ ബാച്ച് നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നീറ്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ മിസ് സ്കൂളും കഴിഞ്ഞ് നമ്മുടെ +2ൻ്റെ ഉയരെ ബാച്ചിലെ ക്ലാസ്സും കഴിഞ്ഞ് വീണ്ടും വേദ ബാച്ചിന് വേണ്ടി എക്സ്ട്രാ, അങ്ങനെയല്ല മക്കളെ. അതായത് നിങ്ങൾ ഈ വേദ ബാച്ച് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഉയരെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ NCERT പഠിക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾ നീറ്റിന് പഠിക്കാൻ തന്നെയാണ്. അതായത് അതും അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു 3+ hours നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടെങ്കിലേ നമുക്കിത് നടക്കുകയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ക്ലാസ്സുകൾ, ക്വസ്റ്റ്യൻസ്, എക്സാംസ് ഇത് അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫുൾ ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം, പഠിക്കാം. ഇനി അതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ വേറെ രീതിയിൽ പഠിക്കാനാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം. അത് എക്സാമിനറുടെ കൂടെ നിങ്ങൾ സിൻസിയറായിട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ വേദ ബാച്ചിലേക്ക് നിങ്ങൾ എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. ഗോയറിൻ്റെ ക്ലാസ്സുകളും നീറ്റിൻ്റെ ക്ലാസ്സുകളും ഇതിൻ്റെയോടൊപ്പം തന്നെ +1 നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.